പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് അനന്തശിപ്പായി ഇന്നലെ പൊരേല് വന്ന് പറഞ്ഞിരുന്നു. അത് വാങ്ങിക്കാൻ വന്നതാ. ഓരൊക്കെ വരാൻ 10 മണിയാവും. നിങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വാ. എങ്ങോട്ട് പോവാൻ? പൊരയിൽ ഇരിപ്പുറക്കാനിട്ടല്ലേ സുബൈക്കന്നെ ഇങ്ങോട്ട് പോന്നത്. ഓനിതങ്ങ് എടുത്തു തന്നാലെന്താ? അതിന് നേരവും കാലവും നോക്കണോ? നിങ്ങളൊന്ന് സഫൂറാക്ക്. സബൂറാക്കല്ല ഖദീജാക്ക്. നിനക്കിത് രണ്ടും ഒപ്പിട്ട് വാങ്ങിച്ചൂടായിരുന്നോ? എന്റെ പാസ്പോർട്ട് ഇന്റെ കയ്യിൽ തരൂലെന്ന് പറഞ്ഞത് എവിടത്തെ നിയമോ? ചില നേരത്തെ നിങ്ങൾക്ക് ചെറിയ കുട്ടികളെ സ്വഭാവ. ഇരിക്കി. ദേ അബൂക്ക, ദേ ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. ഇതാ ഒപ്പിട്ടോളൂ. ഇതാ ഇവിടെ 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 ഇവിടെ. ചായ പൈസ എന്റെ ഒരു സന്തോഷത്തിന്. ആ ഇന്റെ കയ്യിലെ മണ്ണ് അതിന്റെ മുകളിലാക്കണ്ട. നിങ്ങൾ തൊട്ടാ ഒരു കുഴപ്പമില്ല. ഞാൻ തൊട്ടാ അപ്പ അതിന്റെ മുകളിൽ മണ്ണായി. ഈ ഫോട്ടോയില് ഇന്നെ കാണാൻ നല്ല പത്രാസുണ്ട്. നോക്കിക്കോ.
അബുക്കയ്ക്ക് ഈ കൊല്ലം ഹജ്ജ് ചെയ്യാനുള്ള യോഗമുണ്ട്. നാളെ ഹജ്ജ് സ്റ്റാമ്പിങ്ങിന് വേണ്ടി പാസ്പോർട്ട് മുംബൈക്ക് അയച്ചു തുടങ്ങും. പാസ്പോർട്ട് ഓ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. ഹലോ സാർ, ബോസ് മുംബൈയിലാണ്. ഇല്ല, നിങ്ങളൊന്ന് നേരിട്ട് വിളിച്ച് സംസാരിക്കൂ. ഇല്ല, നാട്ടിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അത് സാറ് തന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതാവും നല്ലത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ, ബൈ. കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ 100-ന്റെയും 10-ന്റെയും നോട്ടുകളാ. 10-12 കൊല്ലമായിട്ടുള്ള എൻ്റെ ഐസുവിൻ്റെയും സൂക്ഷിപ്പുകളാ. റസിയ, ഒന്ന് ഇവിടം വരെ വരും. പണം അത് എത്ര രൂപ നോട്ടാണെങ്കിലും പണം പണം തന്നെ അല്ലേ അബുക്ക? എണ്ണി തിട്ടപ്പെടുത്താൻ കുറച്ച് സമയം കൂടുതലെടുക്കും, അത്രേ ഉള്ളൂ. അബുക്കയുടെയും ഭാര്യയുടെയും പാസ്പോർട്ടുകളാണ്. അടുത്ത ബാച്ചിൽ സ്റ്റാമ്പിങ്ങിന് അയച്ചോളൂ. ക്യാഷ് കൗണ്ട് ചെയ്ത് റെസിപ്റ്റ് കൊടുക്കണം. ആ, ഹജ്ജ് ക്ലാസിൻ്റെ ഡേറ്റ് വാങ്ങിച്ചോളൂ. കൂടെ ചെന്നോളൂ. എന്താ ഇതിനെ? നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ കോഴിക്കോട് വരെ ഒന്ന് പോയതാ. പോയ ബൂക്ക, ഉസ്താദ് പോയി. കാലത്ത് ഞാൻ ചായ ആയിട്ട് ചെന്നതാ. ഉസ്താദ് മരിച്ചു കിടക്കായിരുന്നു. അല്ലാ, മയ്യത്തിന് അവകാശം പറഞ്ഞു താഴത്തങ്ങാടിക്കാരും മേലത്തങ്ങാടിക്കാരും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുക. ഈ ഉസ്താദ് പോയ ബുക്ക.